أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിർണയിച്ച മാസങ്ങളും വർഷങ്ങളും അതിന്റെ നിയന്ത്രണമനുസരിച്ച്, റബ്ബിന്റെ വിധിയനുസരിച്ച് അനസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുകയും ഭൂമിയിൽ നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അവശേഷിക്കുന്ന കാലം എത്രയാണോ അള്ളാഹു നമുക്ക് നൽകുന്നത്, ആ കാലം അത്രയും റബ്ബിന്റെ മാർഗത്തിൽ ജീവിക്കുകയും റബ്ബിനെ സൂക്ഷിക്കുകയും അവന്റെ സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക സമൂഹം ഇന്നലെയും മിനിയാന്ന് രാത്രിയുമൊക്കെയായി പുതുവർഷത്തെ വരവേൽക്കുകയും അതിന്റെ ആഘോഷങ്ങളും ആർപ്പുവിളികളുമൊക്കെയായി ഒട്ടൊക്കെ വർണ്ണ ശബളിമയാർന്ന രീതിയിൽ പുതുവർഷത്തെ സ്വീകരിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മുടെ പുതുവർഷ തലേ ദിവസം നേരും നെറിയുമൊക്കെ മാറ്റിവെച്ച് അസാൻമാർഗികതയുടെയും അരങ്ങ് തകർക്കലിന്റെയുമൊക്കെ അവസരമായിട്ടാണ് പുതുവർഷ തലേന്നുണ്ടാകാറ്. പുതുവർഷത്തെ സ്വീകരിക്കണമെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ വേണം എന്ന് മനസ്സിലാക്കിയ കൂട്ടത്തിലാണ് സമൂഹത്തിലെ ബഹുഭൂരിഭാഗം ആളുകൾ. പലപ്പോഴും മദ്യവും മയക്കുമരുന്നും അസാൻമാർഗികമായ സംഗതികളുമൊക്കെ കൂടിച്ചേരുമ്പോഴാണ് പുതുവർഷത്തിന് കൊഴുപ്പുണ്ടാകുന്നത് എന്ന് തെറ്റിദ്ധരിച്ചവരാണ് പലരും. ഒരുപാട് വേദികൾ ഒരുക്കി ആനിമേഷൻ ഷോയും ഫൗണ്ടൻ ഷോയും കാർണിവലും ലൈറ്റ് ഷോയും ബാച്ചിലർ പാർട്ടിയും എന്ന് തുടങ്ങി നിർലോഭമായി മദ്യവും മയക്കുമരുന്നുകളൊക്കെ ഒഴുക്കുന്ന വേദികളായി പലപ്പോഴും നമ്മുടെ ന്യൂ ഇയർ പാർട്ടികൾ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് പുതിയ വർഷത്തെ സ്വീകരിക്കേണ്ടത് എന്ന് ആരൊക്കെയോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നുമില്ലെങ്കിൽ പഴയ വർഷം വീണ്ടും ആവർത്തിക്കുമോ എന്ന പേടിയിലാണെന്ന് തോന്നുന്നു മനുഷ്യന്മാർ. അതുകൊണ്ട് അങ്ങ് ആഘോഷിച്ച് തീർത്ത് തിമിർത്താടി എല്ലാ തിന്മകളോടും കൂടി ഒരു പുതിയ വർഷത്തെ, ഒരു പുതിയ പ്രഭാതത്തെ സ്വീകരിക്കുകയാണ് പലപ്പോഴും ലോകം ചെയ്യാറുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിലെയും ബഹുഭൂരിഭാഗം ആളുകളും പലപ്പോഴും ഇത്തരം വേദികളുടെ ഒക്കെ പങ്കാളികളാകുന്നു, അല്ലെങ്കിൽ ഇതിലൊക്കെ കൂടിയാടി ആഘോഷത്തിൽ പങ്കെടുക്കുന്നു എന്നത് പലപ്പോഴും വേദനാജനകമായ സംഗതിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പുതുവർഷം എന്ന് പറയുന്നത് തന്നെ ഇതല്ല. സ്വന്തമായ ഒരു കലണ്ടറും കാലഗണനയും ഉള്ള ഒരു സമുദായമാണ് മുസ്ലിം സമൂഹം. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കണക്കാക്കിയ ഒരു പുതുവർഷവും കാലഗണനയുമുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശഭൂമികളെ സൃഷ്ടിച്ച കാലം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ
ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച കാലം മുതൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 12 മിൻഹ അർബഅത്തുൻ ഹുറും, 4 അതിൽ പവിത്രമായ മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് നേരായ നേർവഴിയുടെ ദീന് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ. മുഹറത്തിൽ നിന്ന് തുടങ്ങി ദുൽഹജ്ജിൽ അവസാനിക്കുന്ന ഒരു കാലഗണന പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹം. പലപ്പോഴും ഇങ്ങനെ ഒരു കലണ്ടർ നമുക്കുണ്ട്, അല്ലെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് പോയി അവസാനം സൗദി അറേബ്യയിൽ മാത്രം ജോലി ചെയ്യുന്ന ആളുകൾ ഓർത്തിരുന്നാൽ മതി എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അത് മാറി തുടങ്ങി. അവരുടെ ഫ്ലൈറ്റും അവരുടെ വരവും അവരുടെ പോക്കും ഒക്കെ പലപ്പോഴും അറബി കലണ്ടർ അനുസരിച്ചാണ്. പിന്നെ അത് ഓർക്കുന്നത് ഒരു പെരുന്നാളും നോമ്പും ഒക്കെ വരുന്ന സന്ദർഭത്തിലാണ്. ഈ 12 മാസങ്ങളെ ഒന്ന് എണ്ണാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്ക്, വലിയ പുതിയ തലമുറയിൽ ഭൂരിഭാഗം ആളുകൾക്കും ഒരുപക്ഷെ അതിന്റെ ഓർഡറിൽ എണ്ണാൻ കഴിയില്ല. ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള എല്ലാം വള്ളി തെറ്റാതെ പഠിച്ചോ പഠിക്കണ്ടെന്നല്ല പറഞ്ഞതിനർത്ഥം. അതേസമയം സ്വന്തമായ ഒരു കാലഗണനയും മാസഗണനയും ഒക്കെയുള്ള ഒരു സമുദായം അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ അന്യവൽക്കരിക്കപ്പെട്ടു പോയി എന്നുകൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചോളം പുതുവർഷം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ ഒരു വർഷം വെച്ചായതുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെ കണക്ക് കൂട്ടുന്നത്. പക്ഷെ കൂട്ടത്തിൽ കാര്യം മറന്നു പോകരുത്, സ്വന്തമായി ഒരു പുതുവർഷമുള്ളവരാണ് നമ്മൾ. മുഹറം 1 എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥം, ഒരു വർഷം, ആ വർഷം തുടങ്ങുന്ന ഒരു തീയതിയുമൊക്കെ ഉള്ള ഒരു വിഭാഗം തന്നെയാണ്. ഇനി ലോകമൊക്കെ കണക്ക് കൂട്ടുന്നത് ഇങ്ങനെയാണല്ലോ, നമ്മൾ മാത്രം തിരിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല എന്നാണ് ചിന്തയെങ്കിൽ അങ്ങനെ കൂട്ടാം, അതിന് വിരോധമൊന്നുമില്ല. നമ്മളും പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങളെ കണക്കാക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പാഠങ്ങൾ എന്താണ്? ഒരു പുതുവർഷത്തെ വരവേൽക്കുമ്പോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിന്റെ അടയാളപ്പെടുത്തൽ? എന്തൊക്കെ ഓർമ്മകളാണ് അവന്റെ മനസ്സിലേക്ക് വരേണ്ടത്? കഴിഞ്ഞ വർഷത്തിന്റെ പ്രവർത്തന ചീട്ടെടുക്കുമ്പോ അല്ലെങ്കിൽ ചാർട്ടെടുക്കുമ്പോ എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ തിരുത്തലുകൾ വേണം, ഏതൊക്കെ പ്രതിജ്ഞകളാണ്? എല്ലാ വർഷവും നമ്മൾ പ്രതിജ്ഞകൾ എടുക്കും, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ആ പ്രതിജ്ഞകളൊന്നും പൂർത്തീകരിക്കാറില്ല. പലപ്പോഴും ഈ വർഷം ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ ഭൂമിയിൽ കുറച്ചുകൂടിയൊക്കെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ദീനിയായ രീതിയിൽ ജീവിക്കണമെന്ന് ഞാൻ ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് എല്ലാ വർഷവും നമ്മൾ പലപ്പോഴും പ്രതിജ്ഞ എടുക്കാറാണ്. പക്ഷെ വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും അതിനോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കാറില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ പുതുവർഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്തകൾ എന്ന് വളരെ സംക്ഷിപ്തമായി ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമുക്കറിയാം, സമയത്തിന്റെ മാറ്റമാണല്ലോ, മാസത്തിന്റെ അല്ലെങ്കിൽ വർഷത്തിന്റെ മാറ്റമാണ് പുതുവർഷം എന്ന് പറയുമ്പോൾ. എന്ന് പറഞ്ഞാൽ നേരെ പറഞ്ഞാൽ നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു ഇതള് കൂടി പൊഴിഞ്ഞു വീണു എന്നാണ് അതിനർത്ഥം. നമുക്കൊരു വയസ്സ് കൂടി എന്ന് പറഞ്ഞാൽ മരണത്തിലേക്കുള്ള നമ്മുടെ സ്റ്റെപ്പ് ഒന്നുകൂടി നമ്മൾ മുന്നോട്ട് വെച്ചു. ജീവിതത്തിന്റെ സ്റ്റെപ്പ് ഒരു സംഗതി കൂടി അകലത്തിലേക്ക് പോയി എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. ഇമാം അഹമ്മദ് ഷർക്കി പറഞ്ഞതുപോലെ മനുഷ്യ, നിന്റെ ഹൃദയത്തിന്റെ ഈ മിടിപ്പ് ടിക് 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 എന്ന് പറഞ്ഞിട്ട് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയാൽ ഡോക്ടർമാർക്കും നിനക്കുമൊക്കെ കാണാൻ കഴിയുന്ന ആ മിടിപ്പുണ്ടല്ലോ, അത് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നൽ ഹയാത്ത ദഖായിക്കുന്ന സഫാനി, ജീവിതം എന്ന് പറയുന്നത് ഏതാനും മിടിപ്പുകളും ഏതാനും തുടിപ്പുകളും മാത്രമാണ്, സെക്കൻഡുകളും മാത്രമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് തീർന്നുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയല്ല. മനസ്സിലാക്കേണ്ടതുണ്ട്, ജീവിതത്തിൽ നമുക്കിനി അവശേഷിക്കുന്ന മിടിപ്പുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അത് അവസാനത്തെ മിടിപ്പ്. അള്ള എവിടെയാണോ ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ കറക്റ്റ് സ്റ്റോപ്പിൽ വെച്ച് എന്റെ ഹൃദയം അങ്ങ് നിലക്കും. എല്ലാ ഡോക്ടർമാരും പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരു പ്രതീക്ഷയില്ല, ആള് പോയി. അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിന്റെ ഹൃദയം എന്ന് പറയുന്നത്, നിന്റെ ജീവിതം എന്ന് പറയുന്നത് മണിക്കൂറുകളും സെക്കൻഡുകളുമാണ്, അത് കൂടുകയല്ല കുറയുകയാണുള്ളത്. ഒരു വയസ്സ് കൂടി കഴിഞ്ഞ ഒരു വർഷത്തേക്കാൾ എനിക്കൊരു വയസ്സ് കൂടി, മരണത്തിലേക്ക് ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി വെച്ചു, ഇഹലോക ജീവിതത്തിന്റെ വിരാമത്തിലേക്ക് ഞാൻ ഒന്നുകൂടി ഒരടി കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നു. നമുക്കറിയാം, 2025 സ്വീകരിക്കാൻ ഇതുപോലെ ആഹ്ലാദത്തോടെയും ആവേശത്തോടെയും ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. 2026 പുതുവർഷം പിറന്നപ്പോ അവരിൽ പലരും ഖബറിലാണ്, അള്ളാഹുവിലേക്ക് തിരിച്ചുപോയി. നമുക്കാർക്കെങ്കിലും ഉറപ്പുണ്ടോ 2027 സ്വീകരിക്കാൻ? ഈ ഇരിക്കുന്ന നിങ്ങളോ പറയുന്ന ഞാനോ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പില്ലാത്ത മനുഷ്യന്മാരാണ് നമ്മള്. അതുകൊണ്ട് ചില അടയാളപ്പെടുത്തലുകൾ ഈ സമയത്തുണ്ടാകണം.
കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും മരണം രുചിക്കും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, അവരുടെ പ്രതിഫലം നാം അവർക്ക് പൂർത്തിയാക്കി അന്ത്യദിനത്തിൽ നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഫമൻ സുഹ്സിയ അനിന്നാരി വഉദ്ഖിലൽ ജന്ന, ആരെങ്കിലും നരകത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള മാർഗം അന്വേഷിക്കുകയും അതിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പണിയെടുക്കുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. എന്നിട്ട് ആ ആയത്ത് അവസാനിക്കുന്നത് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഇഹലോക ജീവിതം എന്ന് പറയുന്നത് വഞ്ചനാത്മകമായ ചരക്കാണ്. മനുഷ്യനെ വഞ്ചിക്കുന്ന ഭൗതികമായ സംഗതികളിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അതിന്റെ വഞ്ചനയിൽ കുടുങ്ങരുത് എന്ന് ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, ഒരുപാട് തവണ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചതാണ്. ഇത് ലഹ്വത്താണ്, ഇത് സീനത്താണ്, വിനോദമാണ്, അലങ്കാരമാണ്, കളിതമാശയാണ്, കുറഞ്ഞ കാലത്തേക്കുള്ളതാണ്. ഒരു യാത്രക്കാരനെ പോലെയാണ് നീ. ഒരു മരത്തണലിൽ അല്പനേരം വിശ്രമിക്കുന്ന യാത്രക്കാരൻ. പലകുറി നമ്മളത് പറഞ്ഞതാണ്. അത്രയേ ഉള്ളൂ ദുനിയാവിൽ നിനക്ക് തന്ന ജീവിതം, നമുക്ക് തന്ന ജീവിതം. അത് കഴിഞ്ഞാൽ തിരിച്ചു പോകണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറു ദിക്റ ഹാദിമിൽ ലദാത്ത്, എല്ലാ ആസ്വാദനങ്ങളെയും കരിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം. അതിന്റെ ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണം, അതിനെ അധികമായി സ്മരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുആവിയത്ത് ബിൻ അബീ സുഫിയാനും അബ്ദുല്ലാഹി ബിൻ ജർഹിയും തമ്മിലുള്ള ഒരു സംഭാഷണം ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒരിക്കൽ അവർ തമ്മിലുള്ള സംഭാഷണത്തിന് മധ്യേ അബൂ സുഫിയാൻ ജർഹിയോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സന്ദർഭം എന്ന് പറയൂ. ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു സന്ദർഭം. ജർഹി ഒരു സംഭവം പറഞ്ഞു. എനിക്ക് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഗതി ഉണ്ട്. എന്റെ നാട്ടിലേക്ക് ഒരു മനുഷ്യൻ വന്നു, ഒരു അപരിചിതനായ മനുഷ്യൻ. അയാൾ അവിടെ വെച്ച് മരണപ്പെട്ടു. ആ നാട്ടിൽ വെച്ച് അയാൾ മരണപ്പെട്ടു. എനിക്ക് വലിയ പ്രയാസം തോന്നി. ഇയാൾ ആരാണ്, എവിടെയാണ്, എന്താണെന്നറിയാതെ ഈ പ്രദേശത്ത് വെച്ച് അയാൾ മരണത്തെ പുൽകിയല്ലോ, സ്വീകരിച്ചല്ലോ. പണ്ടെങ്ങോ പഠിച്ചു മറന്ന കവിതയുടെ രണ്ട് വരികളെ ഞാൻ പാടി. യബ്കൽ ഗരീബു അലൈഹി ലൈസ യഅരിഫുഹു, ആരാണെന്നറിയാത്ത മനുഷ്യൻ. ദാ മനുഷ്യന് വേണ്ടി അന്യരായ ആളുകൾ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. വദൂ ഖറാബതി ഫിൽ ഹയ്യി മസ്റൂറുൻ, അങ്ങേയറ്റത്ത് അദ്ദേഹത്തിന്റെ നാട്ടിലാകട്ടെ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കള് ഇയാൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന സന്തോഷത്തില് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ മരിച്ചിട്ടില്ലല്ലോ. അയാൾക്ക് വേണ്ടി കരയുന്നത് അപരിചിതരാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ചോദിച്ചു, ഈ കവിത ആരാണ് എഴുതിയതെന്ന് നിങ്ങൾക്കറിയോ? ജർഹി പറഞ്ഞു, എനിക്കറിയില്ല. എന്നാൽ ആ കവിത എഴുതിയ മനുഷ്യനാണ് ഈ മരിച്ചു കിടക്കുന്നത്. ഇദ്ദേഹമാണ് ആ കവിത എഴുതിയത്. ജീവിതത്തിന്റെ അവസ്ഥ അതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ, എപ്പോഴാണ് അന്ത്യദിനമെന്നും അന്ത്യനിമിഷമെന്നും അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതാണ്. വൈനസ്ജിറുൽ വൈസ വയഅലമു ഫിൽ അർഹാം, ഗർഭപാത്രത്തിലുള്ളതും മഴ വർഷിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ കണക്കിൽപ്പെട്ടതാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, നാളെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങളിൽ ആർക്കും അറിയില്ല. എവിടെ വെച്ചാണ് മരണം സ്വീകരിക്കുക എന്ന് ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. ആ സന്ദർഭത്തിൽ കൃത്യമായി നമ്മളൊക്കെ പറയും, മരിക്കാൻ വേണ്ടി വന്ന പോലെ, മരിക്കാനായിട്ട് ഇങ്ങോട്ട് പോകുന്ന പോലെ ഉണ്ട്. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, എവിടെ വെച്ചാണ് മരിക്കുക എന്നൊരു മനുഷ്യനും അറിയില്ല. അതുകൊണ്ട് പുതുവർഷം വരുമ്പോ, ഒരു വർഷത്തെ നമ്മൾ സ്വീകരിക്കുമ്പോ തിരിഞ്ഞു നോക്കണം ആദ്യം. കഴിഞ്ഞ ഒരു വർഷം എനിക്ക് എങ്ങനെ ഉപകാരപ്പെട്ടു? അള്ളാഹുവിന്റെ കണക്ക് പുസ്തകത്തിലുണ്ടല്ലോ അത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഒരു അണിമണി തൂക്കം പോലും രേഖപ്പെടുത്താതെ പോയിട്ടില്ല. അതിനുവേണ്ടി അള്ളാഹു നിശ്ചയിച്ച മലായികത്തുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തി വെച്ചത് ദുനിയാവിൽ വെച്ച് നിന്ന് വായിക്കാൻ കഴിയണം. ഇഖ്റഇ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, വായിക്ക് മനുഷ്യ, വായിക്കുന്ന നാളെ പരലോകത്ത് പറയുന്നതിന്റെ മുമ്പ് ഹാസിബു ഖബ്ല അൻ തുഹാസബു, ആ വിചാരണയ്ക്ക് മുമ്പ് വിചാരണ നടത്തി നോക്കണം നമ്മള്. അതിനുപകാരപ്പെടണം ഓരോ വർഷത്തിന്റെ പുതുവർഷ പുലരിയും. കഴിഞ്ഞ ഒരു വർഷം എന്നെ സംബന്ധിച്ചോളം എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ ദുനിയാവിൽ ഞാൻ ചെയ്തു, എത്രത്തോളം കിടന്നുറങ്ങി, എത്രത്തോളം മൊബൈൽ ഉപയോഗിച്ചു, അലസമായ ഒന്നിനും ഉപകാരപ്പെടാത്ത രീതിയിൽ. നേരത്തെ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച ഒരു സംഗതി ഉണ്ടല്ലോ സൂറത്തുൽ ഹശറില്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും എന്താണ് കരുതി വെച്ചിട്ടുള്ളത് എന്നൊന്ന് പരിശോധിക്കണം കേട്ടോ. വത്തഖുല്ലാ, രണ്ട് തലക്കലും പറയാൻ, അത് പരിശോധിച്ചിട്ട് അള്ളാഹിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ,
എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അള്ളാനെ മറന്ന ആളുകളെ പോലെ ആവരുത് നിങ്ങൾ. ഫഅൻസാഹും അൻഫുസഹും, അള്ളാനെ മറന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അവരെ തന്നെ മറന്നു എന്നാണ്. സ്വയം തലമറന്ന് എണ്ണ തേച്ചവരാണ് അവര്, സ്വന്തം തടി മറന്ന് ജീവിച്ചവരാണ്. കാരണം എന്റെ നരകത്തുനിന്ന് കാക്കണല്ലോ, എന്റെ തടിയാണല്ലോ പ്രൈമറി ആയിട്ട് ആദ്യമായിട്ട് ഞാൻ കാക്കേണ്ടത്. അംഫുസക്കും അഹ്ലീക്കും നാറാന്നാ പറഞ്ഞത്. അവിടെ ആദ്യം പറഞ്ഞത് നീ നിന്നെയും നിന്റെ അഹലുകാരെയും കാക്കണമെന്നാ. ഞാൻ എന്റെ അഹലുകാർക്ക് വേണ്ടി ഓടിയത്, എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, എന്റെ ദുനിയാവിന് വേണ്ടി ഞാൻ ഓടുന്നതിനിടയില് നഫ്സ് മറന്നുപോയി. അംഫുസക്കും അഹ്ലീക്കും നാറ, നരകത്തിൽ നിന്ന് നീ നിന്നെ ആദ്യം കാക്കണം, പിന്നെ നിന്റെ കുടുംബത്തെ കാക്കണം. അതുകൊണ്ട് ഒരു വർഷം എനിക്കങ്ങനെ പോയി. അത് മനസ്സിലാക്കാൻ അവർ കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏത് രീതിയിലാണ് അങ്ങനെ ജീവിച്ച ആളുകൾ അവർ യഥാർത്ഥത്തിൽ ചെയ്തത് ഫഅൻസാഹും അൻഫുസഹും, അവരെ തന്നെ മറന്നു. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, വല്ലാത്തൊരു പദത്തിലാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. അവര് ളാലിമുകൾ എന്ന് പോലും അല്ല പറഞ്ഞത്, അവര് ശുദ്ധ തമ്മാടികളാന്നാ പറഞ്ഞത്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവര് ശുദ്ധ തമ്മാടികളാ. എന്ത് പൊട്ടത്തിലാണ് അവർ ചെയ്തത്? അവരെ തന്നെ മറന്ന് എവിടെന്ന് വന്നു, എന്തിനു വന്നു, എന്താണ് ഇവിടെ എടുക്കേണ്ടിയിരുന്ന പണി എന്നൊക്കെ മറന്ന് ദുനിയാവിന് വേണ്ടി ഓടി അവര് ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിലേക്ക് എത്തുന്നത് വരെ. ഖബറിലേക്ക് എത്തിയാലും പോരാ, നല്ലവണ്ണം ആഴത്തിൽ കുഴിക്കണം കുഴി, എന്നിട്ട് മേലെ കല്ല് വെക്കണം, കല്ലുകൊണ്ട് പാകണം, അതിന് മീതെ മണ്ണിടണം. എപ്പോ പറയണം മിന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിന്നാ നുഖ്രിജുകും താറത്തൻ നുഖ്റ. ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ആ ഇടി പിടിച്ചിട്ട് ആ മണ്ണ് ആ ഖബറിന്റെ മുകളിലേക്കുള്ള ആ ഏറ് അവസാനമായി അവന് കൊടുക്കുന്ന ഒരു പറച്ചിൽ കൂടിയാണ്. കിടക്ക് നീ അവിടെ, ഇതുവരെ നീ ഓടുകയായിരുന്നല്ലോ, ഇനി ഒരു ഓട്ടത്തിനും ഒരു പ്രസക്തിയുമില്ല, തീർന്നിരിക്കുന്നു നിന്റെ ഓട്ടം. അങ്ങനെ ഒരു അവസാനത്തിന് മുമ്പ് ഒരു പുനർവിചിന്തനത്തിനുള്ള അവസരമായി പുതുവർഷങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാ, ആ പുതുവർഷം വിശ്വാസിക്ക് ഗുണപാഠം തന്നെയാണ് ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, മഹാനായ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, മാമിൻ യൗമിൻ യൻഷഖു ഫജ്റുഹു, ഒരു ദിവസവുമില്ല അതിന്റെ ഫജ്ർ സ്വാദിക്ക് പ്രഭാതം ഇങ്ങ് കൊട്ടിവിടരുമ്പോ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ലാ വയുനാദി, അത് വിളിച്ചു പറയും, യബ്ന ആദം, അല്ലയോ ആദം സന്തതികളെ, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഞാനൊരു പുതിയ ദിവസമാണ്. വഅലാ അമലിക ഷഹീദ്, നിന്റെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ സാക്ഷിയാണ് ഞാൻ. ഈ പകലിലെ സൂര്യനും രാത്രിയിലെ ചന്ദ്രനും വെറുതെ വന്ന് ഉദിക്കുന്നതല്ല. അതിങ്ങനെ അതിന്റെ ഭ്രമണപഥത്തിൽ കറങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോ അത് പ്രാപഞ്ചികമായ പ്രതിഭാസം മാത്രമായി കണക്കാക്കണ്ട, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ സാക്ഷിയാണത്, എന്റെ സാക്ഷിയാണ്. അത് കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. നാളെ റബ്ബിന്റെ കോടതിയിൽ ആ സാക്ഷി പറയാനത് വരും. വഅലാ അമലിക ഷഹീദ്, നിന്റെ പ്രവർത്തനങ്ങളുടെ സാക്ഷിയാണ്. അതുകൊണ്ട് ഫതസവ്വദ് മിന്നി, എന്നിൽ നിന്ന് ഓടി ഒളിക്കണം കേട്ടോ, എന്നിൽ നിന്ന് വിരക്തി പ്രഖ്യാപിക്കണം. ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അന്ത്യദിനം വരെ തിരിച്ചു വരൂല. കഴിഞ്ഞുപോയ ഒരു ദിവസവും ഒരിക്കലും നമ്മളിലേക്ക് തിരിച്ചു വരുന്നില്ല. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടിരുന്നത് ഞങ്ങളുടെ കഴിഞ്ഞുപോയ ദിവസങ്ങളെ കുറിച്ചാണ്. പഠിച്ചവനെ, അതിൽ ഇതിനേക്കാളൊക്കെ അമലെടുക്കാൻ പറ്റുമായിരുന്നല്ലോ, ഇതിനേക്കാളൊക്കെ ഞങ്ങൾക്ക് സമ്പാദിക്കാൻ, പരലോകത്തേക്ക് സമ്പാദിക്കാൻ പറ്റുമായിരുന്നല്ലോ, ഞങ്ങളത് ചെയ്തിട്ടില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് എന്ന് ലോകം കണ്ട സൂഫി വര്യന്മാര്, ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ അടയാളപ്പെടുത്തിയത് ഈ ഒരു ചിന്ത കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന് രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, നിഅമതാനി മഅബൂൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഖ്. മനുഷ്യന് രണ്ട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അധിക പേരും അശ്രദ്ധരാണ്. ഒന്നാമത്തത് ആരോഗ്യം. ആരോഗ്യമുള്ള സമയത്ത് ഒന്നും ചെയ്യാൻ തോന്നൂല നമുക്ക്. വൽ ഫറാഖ്, അതുപോലെ തന്നെ ഒഴിവ് സമയവും. നമുക്കൊക്കെ എവിടെ ഒഴിവ്? നമ്മളെ ചോദ്യം അതാണ്. ഒരു ഒഴിവില്ല. നേരാമണ്ണം നിസ്കരിക്കാൻ സമയമില്ല, ഇബാദത്തുകൾക്ക് സമയമില്ല, ദിക്റുകൾക്ക് സമയമില്ല, ഔറാദുകൾക്ക് സമയമില്ല. ആരെങ്കിലും തിരിച്ചു ചോദിച്ചാൽ പറയും, എനിക്കെവിടെ ടൈം? ഞാനിങ്ങനെ ഓടുകയാണ്.
ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിലേക്ക് എത്തുന്നത് വരെ അതേ മനുഷ്യൻ എത്ര മണിക്കൂർ മൊബൈലിൽ ചെലവഴിക്കുന്നുണ്ട്, എത്ര മണിക്കൂർ വെറുതെ ഇരിക്കുന്നുണ്ട്, എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട്, എന്തെല്ലാം ലഘുവിലും വിനോദങ്ങളിലും അവൻ ഏർപ്പെടുന്നുണ്ട്. ഒരു ദിവസം, ഒരൊറ്റ ദിവസം ഒന്ന് എഴുതി വെക്കുക. വൈകുന്നേരം രാത്രി കടന്നിറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് ചെയ്ത സംഗതികളൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ അയാൾക്ക് മനസ്സിലാകും അതിന്റെ 75% സമയവും അയാൾ ഉപയോഗപ്പെടുത്തിയത് വെറുതെയായിരുന്നു. ഒരാസാറുമില്ലാത്ത, ഒരു പ്രതിഫലവുമില്ലാത്ത, ഒരു അജുറുമില്ലാത്ത സംഗതികൾക്കായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ പുതുവർഷവും പുതിയ ഒരു ആയുസ് കൂടി ഇല്ലാതാവുകയാണ്. എന്റെ പരലോകത്തിന് വേണ്ടി സമ്പാദിക്കാൻ ഇനിയുള്ള വർഷങ്ങൾ എനിക്ക് കഴിയണം. എത്രയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, 2026 ആണ് ഇപ്പൊ പറഞ്ഞത്. 2027 ജനുവരി 1 അല്ലെങ്കിൽ ഡിസംബർ 26 ഡിസംബർ 31 രാത്രി ലോകം മുഴുവൻ പ്രകാശത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോ വാദ്യമേളങ്ങളുടെ ഡിജെയുടെ അകമ്പടിയോടുകൂടി ലോകം മുഴുവൻ ശബ്ദമുഖരിതമാകുമ്പോ ഞാൻ ഖബറിന്റെ അടിയിലാണോ കിടക്കുക എന്ന് ഒരർത്ഥത്തിലും അറിയാത്ത ദുർബലനായ ജീവിയാണ് മനുഷ്യൻ എന്ന ഒരു ഓർമ്മ മാത്രം മതി പുതുവർഷത്തെ വരവേൽക്കാൻ, മതിയായ തഖ്വാബോധത്തോടുകൂടി ജീവിക്കാൻ ഭൂമിയിൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, കാല കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയായിരുന്നു. ഫജാഅഹു റജുലുൻ മിനൽ അൻസാരി, അൻസാരിയായ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നു. ഫസല്ലമ, റസൂലിനോട് സലാം ചൊല്ലി. അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഖാല, പിന്നെ അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, റസൂലെ ഏറ്റവും അഫ്ളലായ, ഏറ്റവും ഉദാത്തനായ, ഉത്കൃഷ്ടനായ മനുഷ്യനാരാണ്? കാല, റസൂൽ പറഞ്ഞു, അഹ്സനുഹും ഖുലുഖൻ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവമുള്ളവനാണ് ഏറ്റവും നല്ല മനുഷ്യനും. ഇതേ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, ഫഅയ്യുൽ മുഅ്മിനീന അഖ്യസു യാ റസൂലല്ലാഹ്, ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് ആരാ? നമ്മളൊക്കെ ഉത്തരം വേറെ കുറെയല്ലേ. റസൂലിന്റെ മറുപടി, കാല അക്സറുഹും ലിൽ മൗത്ത് ദിക്റൻ, മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നവനാണ് ബുദ്ധിമാൻ. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിദാദൻ, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. ഉലൈക്കൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാര് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കലൂടെ കടന്നു പോകുമ്പോൾ ബർറാ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ, കുന്നാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ അടുക്കലൂടെ ഞങ്ങള് ഫി ജനാസത്തിൻ, ജനാസയുടെ കൂടെ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഫജലസ അലാ ഷഫീറിൽ ഖബർ, ഖബറിന്റെ ഒരറ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. ഫബക്ക, ആ ഖബറിന്റെ അറ്റത്തിരുന്നിട്ട് റസൂല് കരയാൻ. ഹത്താ ബല്ലസ്തറ, മണ്ണ് നനയുന്നത് വരെ റസൂലിന്റെ കബളിൽ നിന്ന് കണ്ണുനീര് ഒലിച്ചിറങ്ങി താഴെയുള്ള മണ്ണ് കുതിർക്കുവോളം റസൂല് കരഞ്ഞു. സുമ്മക്കാല, എന്നിട്ട് റസൂല് പറഞ്ഞു, യാ ഇഖ്വാനി, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലിമിസ്ലി ഹാദാ, നമുക്ക് ഓരോരുത്തർക്കും കടന്നു പോകാനുള്ള വഴിയാണിത്. ഫഇദ്ദു, അതുകൊണ്ട് ഒരുങ്ങിക്കോളിയും, തയ്യാറായിക്കോളിയും, ഇതാണ് നമ്മുടെ മാർഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു. മാത്രമല്ല, റസൂല് ഖബർ കാണുമ്പോ പറയാറുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖുബൂരിൽ മദീന, മദീനയിലെ ഖബറുകളുടെ അടുത്തിലൂടെ റസൂല് നടക്കാറുണ്ടായിരുന്നു. ഫഅഖബല അലൈഹിം ബിവജ്ഹി, അതിനെ നേരെ മുഖം തിരിച്ചിട്ട് റസൂല് പറഞ്ഞു, ഖാല അസ്സലാമു അലൈക യാ അഹ്ലൽ ഖുബൂർ, അല്ലയോ ഖബറാളികളെ, ഖബറിൽ കിടക്കുന്ന വിശ്വാസികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ, രക്ഷയുണ്ടാകട്ടെ. യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, നിങ്ങൾക്കും നമുക്കും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അൻതും സലഫുന വനഹ്നു ബിൽ അസർ, നിങ്ങൾ ഞങ്ങൾക്ക് മുന്നേ പോയവരാണ്, ഞങ്ങളിതാ പിന്നാലെ വരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ അതന്നെയാണല്ലോ അർത്ഥം. ഒരർത്ഥം ഓർക്കാതെ പറയേണ്ട ഒരു വാചകല്ലത്. ഓരോ മരണവും കേൾക്കുമ്പോ നമ്മൾ പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളവരാണ്. ഓരോ സന്ദർഭത്തിലും മരണത്തെ ഓർത്തുകൊണ്ടിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിന് ഉപകാരപ്പെടണം. അള്ളാഹുവിന് ഉപകാരപ്പെടണമെങ്കിൽ അത് മനുഷ്യർക്ക് കൂടി ഉപകാരപ്പെടണം. നന്ന ചുരുങ്ങിയത് എന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ അടയാളപ്പെടുത്തണം. കുറച്ച് മനുഷ്യന്മാർക്കെങ്കിലും എന്നെ കൊണ്ട് ഉപകാരം കിട്ടണം. അയാൾ മരിച്ചു പോകുമ്പോ പറയണം, നല്ല ഒരു മനുഷ്യനായിരുന്നു, ജനോപകാരിയായിരുന്നു, ആളുകൾക്കിടയിൽ ജീവിച്ചു, ആളുകളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഓടി നടന്നു. അയാൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെപ്പോഴും ഓടി നടക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്. എപ്പോഴെങ്കിലും മറ്റുള്ളവരെ കാര്യം നോക്കാൻ നമുക്ക് സമയം കിട്ടാറുണ്ടോ? നമ്മളെ കാര്യം തന്നെ തീർന്നിട്ട് വേണ്ട, അതിന് 4 ആളിഞ്ഞും വേണം. ഇങ്ങനെ ആവരുത്, മറ്റുള്ളവരിലേക്ക് പടരണം. പ്രവാചക ജീവിതം പഠിപ്പിച്ചത് അതാണ്, സ്വഹാബത്തിന്റെ ജീവിതം പഠിപ്പിച്ചതാണ്. നമ്മൾ നമ്മളെക്കുറിച്ചും നമ്മളെ കുടുംബത്തെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്നതിന് പകരം മറ്റുള്ളവരിലേക്ക് കൂടി പടരുക. അറാബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് മൻ ഖൈറുൻ നാസി
ആരാണ് റസൂലെ ഏറ്റവും ഖൈറായ മനുഷ്യന്മാരെന്ന് പറഞ്ഞപ്പോ റസൂല് പറഞ്ഞു ഖാല മൻ ത്വാല ഉംറുഹു വഹസുന അമലു. ആയുസ് നന്നായിട്ട് കിട്ടി സൽക്കർമ്മങ്ങൾ അതനുസരിച്ച് ചെയ്തവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. ഖാല ഫഅയ്യുന്നാസി ശർറുൻ, ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചു അറാബി റസൂലിനോട്. റസൂല് പറഞ്ഞു മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു. നല്ല ആയുസുണ്ട്, 70, 75, 80 വയസ്സായി, പക്ഷെ ഒരു ഉപകാരമില്ല. ആർക്കും ഉപകാരമില്ലാത്തൊരു മനുഷ്യൻ, അയാളാണ് ഏറ്റവും ഷർറായ മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് വിലയിരുത്തലുകൾ ഉണ്ടാവണം. അവസാനമായിട്ട് പറയാനുള്ളത്, ഓരോ വർഷവും കടന്നു പോകാൻ നമ്മൾ ചെയ്തു തീർക്കേണ്ട കുറെ കടമകളുണ്ട്, കുറെ കാര്യങ്ങൾ ബാക്കിയുണ്ടാവും. നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ നീട്ടിവെക്കുന്ന കുറെ കാര്യങ്ങളില്ലേ, അതിൽ പലതും നിർബന്ധമായ ബാധ്യതകളാണ്. ഹജ്ജ് ചെയ്യാൻ കൽപ്പുള്ളവര്, കഴിവുള്ളവര് അടുത്ത കൊല്ലം പോകാന്ന് വെച്ച് മാറ്റിവെക്കേണ്ട കർമ്മല്ലത്. മനിസ്തതാഇലൈഹി സബീല, തടിയാലും മുതലാലും വഴിയാലും സാധ്യമാകുന്ന അന്ന് മുതൽ നിർബന്ധമുള്ള ബാധ്യതയാണ്. എല്ലാ ആരാധനകളും അങ്ങനെയാണ്. അതിന്റെ സമയം മുതൽ സക്കാത്താണെങ്കിലും ഹജ്ജാണെങ്കിലും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതുപോലെ ഞാൻ ചെയ്തു തീർക്കേണ്ട ബാധ്യതകൾ, ഒരുപക്ഷെ എന്റെ സ്വത്തുമായി ബന്ധപ്പെട്ടത്, എന്റെ അവകാശം മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവരുടെ അവകാശം എന്റെ സ്വത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം. സാമ്പത്തികമായ ഇടപാടുകളിൽ എന്തെങ്കിലും ചെയ്തു വെക്കേണ്ടതുണ്ടാകും. കടങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ മഹ്ശറയിൽ അല്ലെങ്കിൽ പരലോകത്ത് പോലും പിടിക്കപ്പെടുന്നതാണ് കടം. അതൊക്കെ നാളെ ആവട്ടെ ഒരു ഗൗരവ സ്വഭാവമില്ലാതെ പലപ്പോഴും കാണുന്നതാണ് മുസ്ലിം സമൂഹത്തിൽ കാണുന്ന ദുര്യോഗം. അതിൽ നിന്നൊക്കെ മാറി നാളെ മരണം വന്നാൽ ഞാൻ റെഡിയാണ് എന്ന് പറയത്തക്ക രീതിയിൽ നമ്മുടെ കടമകൾ, മക്കളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഭാര്യയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും, ചിലപ്പോഴൊക്കെ നമുക്ക് പലപ്പോഴും അപകടത്തിൽ ചാടും. നമ്മുടെ മക്കളൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. ആ മക്കൾക്ക് എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളുണ്ടാകും. എന്റെ മകന്, ഞാനിരിക്കെ എന്റെ മകൻ മരിച്ചാൽ ആ മകന് സ്വത്തിൽ അവകാശമില്ല, വസിയത്തല്ലാതെ. അങ്ങനെ നിർബന്ധപൂർവ്വം ഞാൻ ചെയ്തു വെക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടാകും. ഞാൻ ചിന്തിക്കുന്നത് എന്താ, എനിക്കിപ്പോ വലിയ രോഗം, അസുഖം, പ്രശ്നമൊന്നുമില്ലല്ലോ, ഇനി കുറച്ചും കൂടി കഴിയട്ടെ, മരിക്കണതിന് മുമ്പ് ഒക്കെ എഴുതി വെക്കണം, ആ 2 പെൺകുട്ടികൾക്കുള്ള സ്വത്തൊന്ന് എഴുതി വെക്കണം എന്ന് തീരുമാനിച്ച് അതിനിടയിൽ മരിച്ചുപോയതിന്റെ പേരിൽ അനാഥകളായി അങ്ങേയറ്റം ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടി വരുന്ന തലമുറകളെ ഭൂമിയിൽ ഇട്ടേച്ചു പോകരുത്. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ നമ്മൾ ചെയ്തു വെക്കേണ്ടത് എപ്പോഴും മരണത്തെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ എന്റെ ബാധ്യതകളെ ഞാൻ തീർക്കണം എന്ന ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നമ്മൾ കാര്യങ്ങളെ കാണുകയാണെങ്കിൽ ഓരോ പുതുവർഷവും നമുക്ക് വലിയ സമ്മാനം തന്നെയാണ്. അതാരും ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ടല്ല കാണേണ്ടത്, മറിച്ച് ന്യൂ ഇയറിൽ നമ്മിലേക്ക് വന്നു ചേരേണ്ട കുറെ ചിന്തകളും കുറെ തിരുത്തലുകളും കുറെ വിലയിരുത്തലുകളും ആ രീതിയിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രീതിയിലാണ് പഠിപ്പിച്ചത്. വിശദാംശങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു ചിന്തയോടുകൂടി പുതുവർഷത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ അത് സാർത്ഥകമാണ്, ഫലപ്രദമാണ്, വിലയിരുത്തലുകൾക്കുള്ള അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയുള്ള ശിക്ഷ ജീവിതം ഈമാനോടുകൂടി ഭൂമിയിൽ ജീവിച്ചു തീർക്കുന്ന സത്യവിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.